നാടാകെ അഴിഞ്ഞാടുന്ന ഗൂണ്ടകളെ പിടിച്ചുകെട്ടാൻ DGP ഓപ്പറേഷൻ ആഗിന് ഇറങ്ങിയപ്പോൾ അതേ ഓപ്പറേഷനിൽ വെള്ളമൊഴിച്ചു കെടുത്തി ഒരു DYSP. ഗൂണ്ടാ നേതാവ് തമ്മനം ഫൈസൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത് ആലപ്പുഴയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP MG സാബുവും 2 പോലീസുകാരും ചരിത്രമെഴുതി. അങ്കമാലി SI അപ്രതീക്ഷിത പരിശോധനയ്ക്കെത്തിയപ്പോൾ DYSP ശുചിമുറി കയറി ഒളിച്ചു. സേനയ്ക്കാകെ നാണക്കേടായ സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോഴും DYSPക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ഗുണ്ടാ വിളയാട്ടം തടയാൻ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോകുമ്പോഴാണ് ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കാൻ DYSPയും പോലീസുകാരും എത്തിയത്. എറണാകുളം അങ്കമാലിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാ നേതാവ് വിരുന്നൊരുക്കിയത്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ പുളിയനത്തെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കാനാണ് ആലപ്പുഴ ക്രൈം DYSP MG സാബുവും പോലീസുകാരും എത്തിയത്. ഇതിനിടെയാണ് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയുള്ള ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി അങ്കമാലി SIയും സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തിയത്. പരിശോധനയ്ക്കെത്തിയ അങ്കമാലി SIയെ കണ്ടതോടെ DYSP ശുചിമുറിയിൽ ഒളിച്ചു. സംഭവത്തിൽ DIGക്ക് ആലുവ റൂറൽ SP റിപ്പോർട്ട് നൽകി. ആ സമയത്ത് ഈ RHSലെ കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാർക്ക് അയച്ചിട്ടുണ്ട്. പ്രാഥമികമായി DYSPക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നതായി DIG പുട്ടവിമലാദിത്യ 24നോട് പറഞ്ഞു. പ്രോപ്പർ എൻക്വയറി ഒന്നും ചെയ്തിട്ട് റിപ്പോർട്ട് ഒന്ന് പോയി, പക്ഷെ ബാക്കി നടപടി എടുക്കേണ്ടത് മറ്റുള്ളവരാണല്ലേ. മൊത്തം ഒന്ന് നോക്കണം. പ്രോപ്പറായി എൻക്വയറി നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്തിട്ട് എൻക്വയറി നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പോയി, അപ്പോൾ എന്ത് നടപടി ഉണ്ടാവുമെന്ന് നോക്കണം. അതിനിടെ വീട്ടിൽ വിരുന്ന് നടത്തിയിട്ടില്ലെന്ന് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ 24നോട് പറഞ്ഞു. DYSP വീട്ടിൽ വന്നിട്ടില്ലെന്നും എന്നാൽ പരിശോധനയ്ക്കായി പോലീസ് വീട്ടിലെത്തിയിരുന്നെന്നും തമ്മനം ഫൈസൽ. ആരോപണങ്ങൾക്ക് പിന്നിലെ വസ്തുത അറിയില്ലെന്നും തമ്മനം ഫൈസൽ പറഞ്ഞു. ഇല്ല, DSP എന്റെ വീട്ടിൽ വന്നിട്ടില്ല. എന്താണ് ഇതിന്റെ കഥ എന്ന് സത്യാവസ്ഥ എനിക്ക് അറിയാൻ പാടില്ലപ്പോഴും. എന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്നിരുന്നു. പോലീസ് വന്നിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു, ഞാൻ ചെന്നു. എന്റെ വീട്ടിൽ വെറുതെ വന്നിട്ട് ചോദിച്ചിട്ട് ഒന്ന് വരാൻ പറഞ്ഞു, ഞാൻ ചെന്നു. DYSPക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ജോളിമോൻ, ദീപക് എന്നീ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കുകയായിരുന്നു DYSP MG സാബു. സംഭവം വിവാദമായതോടെ യാത്രയയപ്പിനായി ഒരുക്കിയ പന്തൽ പൊളിച്ചു നീക്കി. ആലുവ റൂറൽ SP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DYSP MG സാബുവിനെതിരെയും നടപടിയുണ്ടായേക്കും. വിനീത VG 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.